ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഒരു വെറൈറ്റി ട്രഡീഷണൽ ബോട്ട് യാത്രയാണ്. ടിബറ്റ് നഗരത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ആദ്യം അഡ്രിയാറ്റിക് കടലിൻ്റെ നീലിമയിലൊഴുകിക്കൊണ്ട് നമ്മളെത്തുന്നത് ചരിത്രം നിറഞ്ഞ കൊട്ടൂർ ഓൾഡ് ടൗണിലേക്ക്. അതിനുശേഷം കടലിൻ്റെ നടുവിൽ അത്ഭുതമായ നിലകൊള്ളുന്ന വിശുദ്ധ ദ്വീപ് അവർ ലേഡി ഓഫ് ദി റോക്സ്. മനുഷ്യരുടെ വിശ്വാസവും സമർപ്പണവും ചേർത്ത് നിർമ്മിച്ച ഈ ദ്വീപിന് പറയാനുള്ളത് കഥകൾ അനവധിയുണ്ട്. പിന്നീട് എല്ലാവരും കാത്തിരിക്കുന്ന പ്രകൃതിയുടെ മായാജാലം ബ്ലൂ കേവ്, അവസാനം സുഖകരമായ തീരനഗരം ഹെൽസെറ്റ് നോവി, പഴയ കോട്ടകൾ, പച്ചപ്പുള്ള മലനിരകൾ, ശാന്തമായ ബീച്ചുകൾ എല്ലാം ചേർന്ന യാത്രയ്ക്ക് ഒരു പൂർണ്ണത നൽകും. 3 നിലകളുള്ള ഈ ബോട്ടിൽ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളത്. മേളിൽ സൺബാത്തിനുള്ള സൗകര്യമുണ്ട്. താഴെയാണ് ടോയ്ലറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ യാത്ര അവസാനിച്ചത് വൈകുന്നേരം 6:30 €40 ആണ് നമ്മൾ പെർ പേഴ്സൺ അവർ ചാർജ് ചെയ്യുന്നത്. This is not including food and drinks. We need to pay separate for the food and drinks, and we need to pre-book it before one day. 4 ഡെസ്റ്റിനേഷൻസ് ആണ് നമുക്കിന്ന് കവർ ചെയ്യാനുള്ളത്. സീയിലൂടെ ഉള്ള യാത്ര ആയതുകൊണ്ട് തന്നെ എനിവേ ഇറ്റ്സ് ടേക്സ് ലൈക്ക് ലോങ് ടൈം. ആൻഡ് ഓൾ ഡെസ്റ്റിനേഷൻസിൽ അവർ നമുക്ക് കുറച്ച് അവേഴ്സ് സ്പെൻഡ് ചെയ്യാനായിട്ട് തരും. നമുക്ക് അവിടെ തുണിയായി ഇറങ്ങിയിട്ട് അവിടെ സ്ഥലങ്ങളെല്ലാം തന്നെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഇവർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഉണ്ട്. ഫുഡ് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഉണ്ട്, ബട്ട് വി ഹാവ് ടു പേ. മെയിൻലി ദ സെർവ്സ് സീ ഫുഡ്സ് ആൻഡ് മീറ്റ്. രാവിലെ തന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഷെയ്ഡുള്ള ഒരു സീറ്റ് നോക്കി തന്നെ അവിടെ ഇരുന്നു. കാഴ്ചകളെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്താണ് ഒരു ഗൈഡും കൂടെയുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷ്, മോണ്ടിനെഗ്രീൻ, സെർബിയൻ ലാംഗ്വേജിലാണ് ഇതൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും നൽകുന്നത്. ടിബറ്റ് മോണ്ടിനെഗ്രോയിലെ ഏറ്റവും സുന്ദരവും ശാന്തവുമായ തീരങ്ങളിൽ ഒന്നാണ്. ഒരു വശത്ത് പച്ചപ്പുള്ള മലനിരകളും മറുവശത്ത് നീല നിറത്തിൽ അനന്തമായി പന്തലിക്കുന്ന അഡ്രിയാറ്റിക് കടലും. പ്രകൃതിയും ആധുനികതയും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു സ്ഥലമാണ് ടിബറ്റ്. ടിബറ്റ് ഇന്ന് ഏറെ പ്രശസ്തമാക്കുന്നത് അതിൻ്റെ ലക്ഷറി മറീനമായ പോർട്ടോ മോണ്ടിനെഗ്രോ കൊണ്ടാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വമ്പൻ യാച്ചുകളും ബോട്ടുകളും ഇവിടെ നങ്കൂരമിടുമ്പോൾ ഈ നഗരം ഒരു അന്താരാഷ്ട്ര ഫീൽ തന്നെ നൽകുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ പഴയ മീൻപിടുത്ത ഗ്രാമത്തിൻ്റെ ശാന്തതയും ടിബറ്റ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. ടിബറ്റിൻ്റെ കരയോട് ചേർന്ന് കിടക്കുന്ന അഡ്രിയാറ്റിക് കടൽ അതിൻ്റെ സുതാര്യമായ വെള്ളത്തിനും ആഴമേറിയ നീലനിറത്തിനും ലോകപ്രശസ്തമാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ കടൽ വെള്ളം നീലയും പച്ചയും കലർന്ന അനവധി നിറങ്ങളിൽ തിളങ്ങുന്നത് കാണാം. ഈ കടൽ വെറും കാഴ്ചയല്ല, ബോട്ട് യാത്രകൾ, നീന്തൽ, സ്നോർക്കലിംഗ് എന്നിവയ്ക്കായി പറ്റിയ ഒരു സ്വാഭാവിക കളിസ്ഥലമാണ്. പ്രഭാതത്തിൽ അഡ്രിയാറ്റിക് കടൽ ശാന്തവും സുഖകരവുമാകുമ്പോൾ വൈകുന്നേരങ്ങളിൽ കടൽക്കാറ്റ് ടിബറ്റിൻ്റെ തീരത്ത് കൂടുതൽ മനോഹരമാക്കുന്നു. കടലിൻ്റെ ശബ്ദവും കാറ്റിൻ്റെ തണുപ്പും ചേർന്ന് മനസ്സ് തന്നെ സ്വയം റിലാക്സ് ആകുന്നതാണ്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഖത്തർ ഓൾഡ് ടൗൺ ആയിരുന്നു. ചരിത്രത്തിൻ്റെ നിലനിൽക്കുന്ന ഈ മനോഹര നഗരത്തിലേക്ക് ബോട്ടെത്തുമ്പോൾ തന്നെ യാത്രയ്ക്കൊരു പ്രത്യേക തുടക്കം ലഭിച്ചു. ഇവിടെ നിന്ന് ചില യാത്രക്കാരും കൂടി ബോട്ടിൽ ചേർന്നു. അവരുടെ വരവോടെ നമ്മുടെ ബോട്ട് പൂർണ്ണമായും നിറഞ്ഞു. ബോട്ടിൽ നിൽക്കുമ്പോൾ കടലിൽ പതുക്കെ നീങ്ങുന്ന വമ്പൻ ക്രൂയിസ് കപ്പലുകളും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ലക്ഷൂറിയസ് യാച്ചുകളും കാണാൻ പറ്റും. അവയുടെ ഭംഗിയും വലിപ്പവും യാത്രയെ കൂടുതൽ ആവേശകരമാക്കി. പക്ഷേ കൂടുതൽ കൂട്ടുകാരുമായി കൂടുതൽ ഊർജത്തോടെ നമ്മുടെ ബോട്ട് യാത്ര അടുത്ത അനുഭവത്തിലേക്കാണ് നീങ്ങി. ഖത്തർ ഓൾഡ് ടൗണിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം 11 മണിയായിരുന്നു. അവിടെയും ഇതുപോലത്തെ ഒരു വലിയൊരു ക്രൂസ് ഷിപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പാസഞ്ചേഴ്സിന് എല്ലാവർക്കും ഓൾഡ് ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ അത് നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ ഏറ്റവും തന്നെ ആദ്യം കണ്ണിപ്പെടുന്ന ഈ ക്രൂയിസ് കപ്പലുകളും യാച്ചുകളും ഒക്കെ തന്നെയാണ്. ക്രൂയിസ് കപ്പലെന്ന് പറഞ്ഞാൽ ഭീമൻ സൈസ്, ഒഴുകുന്ന ഫ്ലാറ്റ് പോലെ. ഉള്ളിൽ ഹോട്ടൽ, ഭക്ഷണം എല്ലാം റെഡി. നൂറുകണക്കിന് ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകും. ഖത്തർ പോലുള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ തീരത്ത് കാണുന്ന ഒരു പള്ളിയാണ് അവിടുത്തെ പ്രധാന പള്ളി. ഇവിടെ ഓരോ കല്യാണം നടക്കുമ്പോഴും അവിടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ചേർന്ന് ഒരു ഒലീവ് ട്രീ വീതം ഓരോ കല്യാണത്തിനും ഇങ്ങനെ നടുവെന്നാണ് അവരുടെ ഒരു വിശ്വാസം. പിന്നെ ആ തീരത്ത് ഫുള്ള് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ടൂറിസ്റ്റ് അക്കോമഡേഷൻസാണ്.
എല്ലാവരും നല്ല വെതറായതുകൊണ്ട് തന്നെ എല്ലാവരും സൺബാത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറേ പേര് ഓൾറെഡി അവിടെ ഉണ്ട്, കുറേ പേര് തയ്യാറെടുത്ത് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ പോയത് കട്ടോർ ഓൾഡ് ടൗണിൽ നിന്നും ദ ലേഡി ഓഫ് റോക്സ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ദിസ് ആൻ ഐലൻഡ് ആക്ച്വലി. ഓൾഡ് ഒരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ അവിടെയുള്ള മത്സ്യബന്ധനത്തിന് പോയിരുന്ന ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ചൊരു സ്ഥലമാണ്. ദേ ഹാവ് എ ബിലീവ് ഇൻ ദ. ഇക്കാണുന്നത് അവിടെയുള്ള ചെറിയൊരു ഐലൻഡാണ്. അതിനകത്ത് ഇപ്പോഴും ആളുകൾ ഒക്കെ താമസിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ദ ലേഡി ഓഫ് റോക്സ്. ഇതൊരു ചർച്ചാണ് ആക്ച്വലി. പണ്ട് മത്സ്യബന്ധനത്തിനായിട്ട് പോയവരെ ഒരു റോക്ക് കിട്ടുന്നു, കാലക്രമേണ അവർ കല്ലവിടെ നിക്ഷേപിച്ച് അതൊരു ഐലൻഡായിട്ട് രൂപപ്പെടുന്നു. അങ്ങനെ അവിടെ ഒരു ചർച്ചുണ്ടായി. അതാണ് അതിൻ്റെ ഒരു സ്റ്റോറി. 1452 ആദ്യം ഈ ചർച്ച് രൂപപ്പെട്ടത്. അന്നേരം ഒരു ചെറിയ പള്ളിയായിരുന്നു. പിന്നെ ഒരു 17-ാം നൂറ്റാണ്ട് ഒക്കെ ആയപ്പോഴാണ് ഇപ്പോൾ കാണുന്ന ചർച്ച് നമുക്ക് ഈ രൂപത്തിലൊക്കെ ആയത്. ഇതിനോട് അനുബന്ധിച്ചൊരു മ്യൂസിയമുണ്ട്, പിന്നെ ഒരു സുവനീർ ഷോപ്പുണ്ട്. ഇങ്ങനെ നമുക്ക് അകത്ത് കയറി എല്ലാം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ അതെല്ലാം കണ്ട് തിരിച്ച് ബോട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. സീ ഫുഡ് സലാഡ് ആൻഡ് ഗ്രീക്ക് സലാഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വിത്ത് മസിൽ ഷ്രിംസ്, കലമാരി, ഗ്രീൻസ്, ടൊമാറ്റോ, ഒലീവ്സ് ആൻഡ് cucumber, bell pepper and cheese that comes with drinks as well. അപ്പോൾ ഡ്രിങ്ക്സ് ആയിട്ട് ഞാനൊരു ചിൽഡ് ആപ്പിൾ സ്പിരിറ്റ്സ് എടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇവിടെ ഇഷ്ടംപോലെ ടോയ്ലറ്റ് ഡൗൺ സ്റ്റേഴ്സിലുണ്ട് വിത്ത് വാഷ് ബേസിൻ ആൻഡ് എവറിത്തിങ്. പണ്ട് യുദ്ധകാലത്തുണ്ടായിരുന്ന ഒരു ടണലാണിത് എന്നാണ് ആ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പർ ഡെക്കിലേക്ക് വന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ സൺബാത്ത് ചെയർസ് എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാൽ തന്നെ നമുക്കൊരു 360 വ്യൂ കിട്ടും. ഇതിൻ്റെ അടിയിലത്തെ ഡെക്കിലാണ് എല്ലാവരും സൺബാത്തിനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരും കിടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിൽ പോയി ഷവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ബ്ലൂ കേവിലേക്കാണ്. ബ്ലൂ കേവിലേക്ക് പോകുന്ന വഴി നമുക്ക് ക്രൊയേഷ്യ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു പോർഷൻ ആൻഡ് അവരുടെ ഇന്ത്യനെ നമുക്ക് ഈ ബോട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ കേവിലേക്ക് പോകുന്നത് നമ്മൾ ആക്ച്വലി വേറൊരു സെപ്പറേറ്റ് ബോട്ടിലാണ്. അത് ബിക്കോസ് അത് റിയൽ അഡ്രിയാറ്റിക് സീ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല വേവ്സാണ്. അതുകൊണ്ട് ഈ ബോട്ടിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ ബോട്ടിൽ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളെ അവിടേക്ക് അവർ കൊണ്ടുപോകുന്നത്. സോ അവർ റിയൽ സീയിലേക്ക് കിടക്കുന്നതിനായിട്ടൊരു ചെറിയ പോർഷൻ വന്ന് അവിടെ നിന്ന് വന്നിട്ട് ഈ ചെറിയൊരു ബോട്ടിലാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് പോകുമ്പോൾ നല്ല ഡേഞ്ചറസ് ആയിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ബിക്കോസ് നല്ല വേവ്സാണ്. തിരമാലയുടെ ഏകദേശം ഒരു സെയിം ലെവലിലാണ് ഈ ബോട്ട് പോകുന്നത്. ശരിക്കും നമ്മൾ പേടിക്കും. ആഫ്റ്റർ ദി ബോട്ട് ജേർണി ഐ ഫീൽ സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ബിക്കോസ് ഇറ്റ് വാസ് ജസ്റ്റ് റിയലി ഫ്രീക്ക് മീ ഔട്ട് ആൻഡ് റിയലി അൺഎക്സ്പെക്റ്റഡ്. സേഫ്റ്റിയുടെ കാര്യം ചോദിച്ചാൽ ആക്ച്വലി ഞാൻ ലൈഫ് ജാക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെള്ളത്തിൽ വീഴുമ്പോൾ തരാമെന്നാണ്. ബട്ട് ദിസ് പ്ലേസ് ഇസ് ലിറ്ററലി അമേസിങ്. വെള്ളം ഇത്രയും നീല നിറമാണെന്ന് നമ്മൾ തന്നെ ചോദിക്കും. ബിക്കോസ് ഇറ്റ് വാസ് റിയലി സ്റ്റണിങ് ബിക്കോസ് ഓഫ് ദി ഓറഞ്ച് കളർഡ് കേവും ആ സൂര്യപ്രകാശം വരുമ്പോഴുള്ള വാട്ടറും സുഖയും ആൻഡ് ആ കേവിനുള്ളിൽ നമുക്ക് നീന്താൻ പറ്റും. Everyone must try this place. So next destination, ഹെർസഗ്നോവി. ഹെർസഗ്നോവി എന്ന് പറഞ്ഞാൽ ശാന്തവും ചരിത്രവും കടൽക്കാറ്റുമൊക്കെ ഒരുമിച്ച് കിടക്കുന്ന ഒരു സുന്ദരമായ തീരനഗരം. മോണ്ടിനിഗ്രോയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അഡ്രിയാറ്റിക് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ നഗരം സിറ്റി ഓഫ് സ്റ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എവിടെ നോക്കിയാലും കയറാനും ഇറങ്ങാനുമുള്ള സ്റ്റെപ്പുകൾ. അങ്ങനെ ഈ നഗരം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബോട്ടിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. അവർ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈം ഇതാകുമ്പോൾ നമ്മൾ തിരിച്ച് ബോട്ടിനെ അടുത്തേക്ക് എത്തണം. ഇവിടെ പച്ച നിറഞ്ഞ മലനിരകൾ ഒരു വശത്ത്, നീലക്കടൽ മറുവശത്ത്. നടക്കാനിറങ്ങിയാൽ തന്നെ മനസ്സ് ലൈറ്റാകുന്ന ഫീലാണ് ഇവിടെ. കഫേകളും ചെറിയ കടകളും പഴയ കെട്ടിടങ്ങളും എല്ലാം ചേർന്നൊരു സ്ലോ വൈബ് തന്നെയാണ് ഈ നഗരം. ഹെർസഗ്നോവിയുടെ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ പഴയ കോട്ടകളാണ്. ഫോർട്ട് മാർ കാസിൽ. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ കോട്ടയിൽ നിന്ന് കടൽ കാണുന്ന കാഴ്ച വളരെ ഭംഗിയാണ്. പഴയകാലത്ത് നഗരത്തെ സംരക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ കോട്ട ഇന്നൊരു വ്യൂ പോയിൻ്റാണ്. ഈ കാണുന്നതും ഈ നഗരത്തിലൊരു ചെറിയ ചർച്ചാണ്. പിന്നെയുള്ളത് കാൻലിക്കുള ഫോർട്രസ്.
ബ്ലഡി ടവർ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ കോട്ട ഇപ്പോൾ ഒരു ഓപ്പൺ എയർ തിയേറ്ററായി മാറിയിട്ടുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ മുഴുവൻ നഗരം തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെയുള്ളത് സ്പാൻജോള ഫോർട്രസ്. മലമുകളിൽ നിൽക്കുന്ന ഈ കോട്ട ഹെർസഗ്നോവിയുടെ പഴയ സൈനിക ചരിത്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ കോട്ടയിൽ നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ ഒരു കാലത്ത് ഈ നഗരം എത്ര പ്രധാനമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. ചുരുക്കി പറഞ്ഞാൽ ഹെർസഗ്നോവി ശാന്തമായ ഒരു തീരനഗരം, പച്ചപ്പുള്ള മലനിരകൾ പ്ലസ് കടൽക്കാറ്റ്. കോട്ടകൾ മീൻസ് ചരിത്രം, കാഴ്ച, ഒരു പഴയ കാലത്തിൻ്റെ ഫീൽ. ഇതാണ് ആ ഫോർട്ടിൻ്റെ ഒരു കോർണറിൽ നിന്നുള്ളൊരു വ്യൂ, സീ വ്യൂ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം കടലിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് തന്നെ നമുക്കിവിടെ നിന്ന് തന്നെ വീക്ഷിക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്നും നടന്ന് അങ്ങനെ ചെറിയ അലീവയിലൂടെയൊക്കെ ആ നഗരം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ കാണുന്നതാണ് മുന്തിരി ട്രീ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട്സ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു മുന്തിരിയും പിന്നെയുള്ളത് പീച്ചുമാണ്. എത്ര മനോഹരമായിട്ടാണ് അവർ ആ പഴയ നഗരത്തെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് കൺട്രിയുടെ ഒരു വരുമാന മാർഗമായിട്ടും കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് അവിടെ എപ്പോഴും സൂക്ഷിക്കുന്നത് അത് ഏവരെയും ഒന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നടന്ന് വീണ്ടും കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച് വീണ്ടും നടത്തം തുടങ്ങി. ഇങ്ങോട്ട് നോക്കിയാലും പഴയ കെട്ടിടങ്ങളും നിറയെ സ്റ്റെയർ കേസുകളും പഴയ മനോഹരമായ കെട്ടിടങ്ങളും പിന്നെ ബ്ലൂ സീയും. അങ്ങനെ തിരിച്ച് ഏകദേശം ടൈമൊക്കെ ആയപ്പോൾ എല്ലാവരും തിരിച്ച് തന്നെ ബോട്ടിൽ കയറി. നല്ല ദാഹമുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു തണുത്തൊരു ആൽക്കഹോളിക് ഡ്രിങ്ക് ഓർഡർ ചെയ്തു. റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയൊരു ഷവറും എടുത്തു. അങ്ങനെ അവസാനത്തെ ഡെസ്റ്റിനേഷനും കവർ ചെയ്ത് എല്ലാവരും തിരിച്ച് ബോട്ടിലെത്തി. എല്ലാവരും നല്ല ടയർഡാണ്. എല്ലാവരും ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്ത് വീണ്ടും ഫുഡ് ഓർഡർ ചെയ്തു. റെസ്റ്റിങ്ങിലാണ്. പിന്നെ കാണാനുള്ളത് ഇനി പോകുന്ന വഴിയുള്ള തീരദേശത്തെ കാഴ്ചകൾ മാത്രം. കാഴ്ചകളെല്ലാം പുതുമയായത് കൊണ്ട് തന്നെ ഒന്നും ആരെയും മടുപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലോങ് ബോട്ട് ജേർണി കഴിഞ്ഞ് എല്ലാവരും ബാക്ക് ടു ടിബറ്റിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.